റൂൾ 50 സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് മൂലവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തത് മൂലവും ജനങ്ങളിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ഷാഫി പറമ്പിൽ, എൻ.എ. നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ഈ സഭയുടെ തന്നെ മുൻ സമ്മേളനത്തിൽ ഒരു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ കേരളത്തിൻ്റെ ശക്തമായ വിപണി ഇടപെടൽ സംവിധാനം സപ്ലൈകോ ആണെന്നും 2016 മുതൽ വിലമാറ്റമില്ലാതെ നൽകുന്ന അവശ്യ വസ്തുക്കളാണെന്നും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു സർ. അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരിഹാസത്തോടെ പറഞ്ഞത്, അവിടെ ആരാണ് പോകുന്നത്, വളരെ കുറച്ച് ശതമാനം ആളുകളല്ലേ അത് പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നാണ്. സർ, അത് ശരിയല്ലെന്നും 35-40 ലക്ഷം കുടുംബങ്ങൾ ഇതിനെ ആശ്രയിക്കുന്നുവെന്നും അതിലൂടെ പ്രതിമാസം 35 കോടിയിലധികം രൂപയുടെ സബ്സിഡി ബാധ്യത സർക്കാരിനുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് സർ. എന്നാൽ ഇപ്പോൾ ഏതാനും മാസങ്ങളായി ചില അവശ്യ സാധനങ്ങളുടെ കുറവ് വന്നപ്പോൾ അത് കേരളീയ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എത്ര വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഈ സംവിധാനം നൽകിയിരുന്നത് എന്നതിൻ്റെ തെളിവാണ് സർ. ഇക്കാര്യം ഇപ്പോഴെങ്കിലും പ്രതിപക്ഷം തിരിച്ചറിഞ്ഞത് നന്നായി. സർ, ഇപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അതിൻ്റെ കാരണത്തിലേക്കും പരിഹാരത്തിലേക്കും ഞാൻ വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട് സർ. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സപ്ലൈകോ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് വിപണി ഇടപെടൽ. നെല്ല് സംഭരണം, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി, റേഷന്റെ വാതിൽപ്പടി വിതരണം, ദുരിതകാലത്തെ സാർവത്രികമായ ഭക്ഷ്യക്കിറ്റ് വിതരണം, റേഷൻ കടകളിലൂടെയുള്ള പഞ്ചസാര വിതരണം, ഇവയെല്ലാം തന്നെ ലാഭേച്ഛ കൂടാതെ സപ്ലൈകോ നടത്തിവരികയാണ്. സർ, 13 ഇനം അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വില മാത്രമാണോ സപ്ലൈകോ നിർവഹിക്കുന്നത്? ആയിരക്കണക്കിന് കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ 5 മുതൽ 30% വരെയും, ശബരി ഉൽപ്പന്നങ്ങൾ 10 മുതൽ 25% വരെയും, ഔഷധങ്ങൾ 13 മുതൽ 40% വരെയും വിലക്കുറവിൽ നൽകി വരികയാണ്. എന്നാൽ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ടുള്ള അവശ്യ സാധനങ്ങൾ മാത്രമാണ് ഈ അടുത്ത നാൾ ചിലതിൻ്റെ കുറവുണ്ടായിട്ടുള്ളത്. ഈ വിൽപ്പനയിൽ ഒരു തടസ്സവും വന്നിട്ടില്ല. ഈ വിൽപ്പന നന്നായി നടക്കുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാ മേഖലകളിലും മാതൃകയായ കേരളത്തിൻ്റെ വിപണി ഇടപെടലിലും മാതൃകയാണ് എന്നുള്ളതാണ് വസ്തുത. ആ പ്രക്രിയയുടെ ജീവനാഡിയാണ് സപ്ലൈകോ. അതിനെ തകർക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട് സർ. ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് കടന്നു കയറാൻ കുത്തക ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം സർ. സപ്ലൈകോയെ ആകെ തകർച്ചയിലാണ് എന്ന് വരുത്തി അതിൻ്റെ വിടവിലൂടെ കേരളത്തിലെ ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് കുത്തക കമ്പനികൾ വരാൻ ശ്രമിക്കുകയാണ്. ആ വിഷയത്തിൽ നിങ്ങൾ വീണുപോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ. ഒരിക്കലും അത് വീഴാൻ പാടില്ല. കാരണം ഞാനത് വെറുതെ പറഞ്ഞതല്ല. അത്തരമൊരു നയം രാജ്യത്ത് നടപ്പാക്കിയതിൻ്റെ പഴയ കഥകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കുത്തക കമ്പനികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ കടന്നു വരാൻ ശ്രമിക്കുന്നത് ഇതുപോലൊരു പ്രസ്ഥാനത്തെ തകർച്ചയെ സംബന്ധിച്ചും തകർക്കുക എന്ന ലക്ഷ്യവും വ്യാപകമായി പ്രചാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയതാണ് സാർ. സപ്ലൈകോയെ സംരക്ഷിക്കാൻ, ശക്തിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. സർക്കാർ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലവിൽ നേരിടുന്ന പ്രയാസങ്ങൾ താൽക്കാലികമായിട്ടുള്ള പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ മാറ്റാനുള്ള എല്ലാ നടപടിയിലേക്കും സർക്കാർ നീങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായി ഇതിനെ കാണുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർ. ശ്രീ ഷാഫി പറമ്പിൽ. സർ, 2023 ഓഗസ്റ്റിൽ പ്രിയപ്പെട്ട ശ്രീ PC വിശ്വനാഥ് അദ്ദേഹം ഇവിടെ അങ്ങ് സൂചിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന് അങ്ങ് പറഞ്ഞ മറുപടി, സപ്ലൈകോ ഔട്ട്ലെറ്റിൽ 13 നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാണ്. പ്രതിപക്ഷ നേതാവ് കൂടി വരികയാണെങ്കിൽ സഭ പിരിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോകാൻ തയ്യാറാണ്. പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു, മന്ത്രി വെല്ലുവിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു.
ഇപ്പൊ അങ്ങ് ഇവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഈ പറയുന്ന അത്യാവശ്യ സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സഭയിൽ അങ്ങ് എഴുന്നേറ്റ് നിന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും പറയുമ്പോഴുള്ള സുഖത്തിനോ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ എഴുതി തരുന്നത് ഞങ്ങളുടെ കൈയക്ഷരം നന്നാവാനോ അല്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അങ്ങ് ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അങ്ങാണ് ഇപ്പൊ എഴുന്നേറ്റെന്ന് പറഞ്ഞത് ഈ ഔട്ട്ലെറ്റുകളിൽ ഈ സാധനം ലഭ്യമല്ല എന്നുള്ളത്. അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ ആരും കുത്തകകൾക്ക് വേണ്ടി സപ്ലൈകോയെ തകർക്കാൻ നിൽക്കുന്നവരല്ല, ഞങ്ങൾ ആരും ആ ജീവനാടി അറ്റുപോവാൻ ആഗ്രഹിക്കുന്നവരല്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ നോക്കിയല്ല, അങ്ങേക്ക് പരിമിതികൾ ഉണ്ടാവാം, ആ മുൻനിരയിൽ നോക്കി നിൽക്കുന്ന ആളുകളെ തന്നെയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സാർ, ഒരു കാര്യം അങ്ങ് നിയമസഭയിൽ ഇന്ന് പറഞ്ഞു, ഡോക്ടർ MK മുനീർ ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടിയുണ്ട്, സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ മതിയായ സാധനങ്ങൾ ലഭ്യമല്ല എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങ് രേഖാമൂലം പറയും സാർ, സംസ്ഥാനത്ത് ഇത്തരം ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങ് രേഖാമൂലം ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ആരും പറയുന്നതല്ല. അപ്പൊ ഇത് ലഭ്യമല്ലാത്തതിന്റെയും ഇത് കുറവ് വരുന്നതിന്റെയും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നത് കുത്തകകളാണോ? ഇവർക്ക് വേണ്ട പണം കൊടുക്കാതിരിക്കുന്നത് പ്രതിപക്ഷമാണോ? നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാതിരിക്കുന്നതിന് ഉത്തരവാദികൾ ഞങ്ങൾ ആരെങ്കിലും ആണോ? ഞങ്ങളൊരു ജനകീയ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിന്റെ ആത്മാർത്ഥത CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഇരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പോലും മനസ്സിലായിട്ട് അങ്ങ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. സാർ, ഇവിടെ ചില വാർത്തകൾ വന്നു, ബജറ്റിൽ തുക അനുവദിച്ചില്ല, മുഖ്യമന്ത്രിക്ക് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഭാര്യ ലതാദേവിയുടെ രൂക്ഷ വിമർശനം. അങ്ങയുടെ ഭാര്യ എന്നുള്ളതല്ല അവരുടെ പദവി. CPI സംസ്ഥാന കൗൺസിലാണ് ഈ രൂക്ഷ വിമർശനം ഉയരുന്നത്. സംസ്ഥാന കൗൺസിൽ അംഗമാണ് അത് പരിഹസിച്ചു എന്ന് പറയുന്നത്. സാർ, വാർത്തകൾ വന്നതാണ്, ഞാൻ പറയുന്നില്ല, വാർത്തകൾ വന്നതാണ്. വാർത്തകളൊക്കെ ഇവിടെ ഇപ്പൊ എല്ലാരും കോട്ട് ചെയ്യാറുണ്ട്. വാർത്തകൾ വന്നതാണ് ഇതിനെ സംബന്ധിച്ച്. ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ, ധനവകുപ്പ് അതിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അങ്ങയുടെ കൈയെഴുത്ത് നന്നായി എന്ന് CPI സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം. സാർ, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരങ്ങൾ തയ്യാറാക്കി തരുന്ന അങ്ങയുടെ വകുപ്പിലെ ജീവനക്കാർ, അവർക്ക് ഈ വകുപ്പിനോടുള്ള ആത്മാർത്ഥതയെങ്കിലും അങ്ങേക്കും വേണം. സാർ, വേറെ ഒന്നുമല്ല, ഇവിടെ T സിദ്ദീഖ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു, 2021-22 ബജറ്റിൽ വകയിരുത്തിയത് 150 കോടി. സാർ, അനുവദിച്ച തുക 75 കോടി. 2022-23 വകയിരുത്തിയത് 180 കോടി. സാർ, അനുവദിച്ച തുക 0. സാർ, ഞങ്ങളാണോ ഈ വകുപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? സാർ, ഞങ്ങളാണോ സപ്ലൈകോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? സാർ, ഞങ്ങളാണോ ഇവിടുത്തെ സാധാരണക്കാരനായ അങ്ങ് സൂചിപ്പിച്ച കണക്ക് ശരിയാണെങ്കിൽ 40 ലക്ഷം പേർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് അവരുടെ ഈ അവശ്യ വസ്തുക്കൾ അവർക്ക് എത്തിച്ചേരുന്നതിന് തടസ്സം നിൽക്കുന്നത് ഞങ്ങളാണോ? സാർ, ഒരു സാമ്പത്തിക വർഷം 0 കോടിക്കണക്കിന് രൂപയുടെ ചെലവഴിച്ച തുക എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങ് രേഖാമൂലം തന്ന മറുപടിക്ക് ഇവിടെ ധനകാര്യ വകുപ്പ് തന്നത് 0 ഒരു വർഷം ഈ ഡിപ്പാർട്ട്മെന്റിന് തരുന്നതിന് 0 കുത്തകയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ്, ഈ മന്ത്രിസഭയിലുള്ള ഒരു കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട നിലക്ക് ഈ വകുപ്പിനോട് കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സാർ, 2023-24 നിങ്ങൾ വകയിരുത്തിയത് 190, സാർ കൊടുത്ത 157. ഇനി ഒന്നും വേണ്ട, ആകെ കുടിശ്ശിക എന്ന് അങ്ങ് രേഖാമൂലം തന്ന മറുപടിയിൽ പറയുന്നു, സപ്ലൈകോക്ക് ഈ വിപണി ഇടപെടലിന് വേണ്ടി നടത്തിയ ഇടപെടലിന്റെ പേരിൽ മാത്രം രേഖാമൂലം സാർ ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയിൽ പറയുന്നത് 1507 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് എന്ന് അങ്ങ് ഈ സഭക്ക് നൽകിയ ഉത്തരത്തിൽ പറയുകയാണ്. സാർ, ആരാ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? സാർ, അതിന്റെ ഒരു മറുപടി പറയണ്ടേ? അത് മാത്രമല്ല, ഞാൻ ഈ ഉത്തരം തയ്യാറാക്കിയവന്റെ ആത്മാർത്ഥത അത് ഞാൻ എടുത്തു പറയാൻ കാരണം, മന്ത്രിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയവരുടെ ആത്മാർത്ഥത എടുത്തു പറയാൻ കാരണം, സാർ, നെല്ല് സംഭരണം ഉൾപ്പെടെ വാതിൽപ്പടി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അവർ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. നെല്ല് സംഭരണത്തിൽ മുൻവർഷം ഉൾപ്പെടെയുള്ള ആകെ കുടിശ്ശിക 677 കോടി. ഈ പറയുന്ന വാതിൽപ്പടി വിതരണത്തിൽ അങ്ങ് പറയുന്ന മറ്റു സർവീസിൽപ്പെട്ടതാണല്ലോ,
അതിൽ കുടിശ്ശിക 281 കോടി. സാർ, അവരുടെ ആത്മാർത്ഥത അവർ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി കൊടുത്തതിൽ 380 കോടി രൂപ അനുവദിച്ചെങ്കിലും ഇതിൽ 150 കോടി രൂപ ട്രഷറിയിൽ നിന്ന് വിട്ടുകിട്ടിയിട്ടില്ല എന്ന് മന്ത്രി രേഖാമൂലം മറുപടി പറഞ്ഞിരിക്കുകയാണ്. സാർ, രേഖാമൂലം മറുപടി പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ വാതിൽപ്പടി സേവനത്തിലും 85 കോടി രൂപ ഇവിടുന്ന് വിട്ടുകിട്ടിയിട്ടില്ല എന്നുള്ളത് പറയാൻ. സാർ, ഇവിടുത്തെ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തവണ പറഞ്ഞതാകെ 205 കോടി. സാർ, കഴിഞ്ഞ തവണ 2000 കോടി രൂപയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിൽ കിട്ടിയ തുകയും അങ്ങ് രേഖാമൂലം പറയുന്നുണ്ട്. സാർ, ആരാണ് ഈ വകുപ്പിനോട് ഈ സമീപനം വെച്ച് പുലർത്തുന്നത്? സാർ, ആരാണ് ഈ വകുപ്പിനോട് ഈ നയങ്ങൾ വെച്ച് പുലർത്തുന്നത്? സാർ, എന്താണ് അതിന് കാരണം? ഇതിന്റെ പേരിൽ അങ്ങ് പറയുന്ന കണക്ക് തന്നെ ശരിയാണെങ്കിൽ 40 ലക്ഷം ആളുകൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലൊക്കെ പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ. സാർ, സബ്സിഡി ഇനങ്ങളുടെ കാര്യം പറയാം. ഈ 13 ആവശ്യ വസ്തുക്കളായ സബ്സിഡി ഇനങ്ങളുടെ കാര്യത്തിൽ മാത്രം 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്തുന്ന മൂലം സപ്ലൈകോക്ക് ഉണ്ടാവുന്ന നഷ്ടമായി അങ്ങ് പറയുന്നു 879 കോടി രൂപയുടെ നഷ്ടമുണ്ടാവുന്ന അങ്ങ് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഞങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാർ, 2022-23 സബ്സിഡി ഇനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 1427 കോടി രൂപ നീക്കിവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 23-24 ആയപ്പോഴത്തേക്കും അത് 565 കോടിയായി. ഒരു വർഷം തന്നെ 862 കോടി രൂപയുടെ കുറവാണ് സാർ വരുത്തുന്നത്. 862 കോടി രൂപയുടെ കുറവ് ഇതിനകത്ത് വരുത്തുക. സാർ, ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, അവിടെ ഈ സാധനങ്ങളില്ല, തിരിച്ചു വരുന്നു. വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക? അത് മാവേലി പോയിട്ട് വരിക. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. സാർ, ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം. കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് വിട്ടാ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവില്ല. മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം നിർത്താൻ പറ്റും. മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല. സാർ, CPIയുടെ കെ സ്റ്റോറിന് എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. സാർ, ഒരു കുഴപ്പമില്ല, നല്ല പേരാ. അതാകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. സാർ, ഈ KSRTCയുടെ റൂട്ടിലൂടെ ഈ സപ്ലൈകോയെ ഓടിക്കുന്നത് ഈ ഗവൺമെന്റ് നിർത്തണം. വേണ്ടത്ര സഹായം കൊടുക്കണം. ബഹുമാന്യരായ CPI അംഗങ്ങൾ ഒരു മാനസിക പിന്തുണയെങ്കിലും തരണം. നിങ്ങളുടെ ഒരു മന്ത്രിയെയും വകുപ്പിനെയും ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പറയുമ്പോൾ അതിനൊന്ന് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൽ വകുപ്പിന് ആത്മാർത്ഥത ഉണ്ടാവും. കാരണം ഇത്രയും വിശദമായ ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അനുവദിച്ചത് പോലും തന്നില്ല എന്ന് ബ്രാക്കറ്റിൽ എഴുതി തരണമെങ്കിൽ അവർക്കിത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിനൊരു സപ്പോർട്ട് കൊടുക്കില്ലേ നമ്മുടെ ഉത്തരവാദിത്വം? സാർ, CPI സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ, അവിടെ ദൂർത്തിന് കുറവില്ല. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നു എന്ന് ശ്രീ VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. വാർത്തകൾ എനിക്ക് അറിഞ്ഞൂടാ, അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. സാർ, ഞാൻ പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ, വാർത്തകളാണ്. സാർ, CPI സംസ്ഥാന കൗൺസിൽ നിരീക്ഷിച്ചാൽ, CPI സംസ്ഥാന കൗൺസിലിൻ്റെതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സാർ, ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും വിലക്കയറ്റമാണ്. ഇങ്ങനെയാണ് ഈ വകുപ്പിന് നിലനിർത്താൻ സാധിക്കുന്നത്. ഞാൻ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. സാർ, കേരളീയത്തിനും 10 കോടി, സപ്ലൈകോയുടെ നവീകരണത്തിനും 10 കോടി. കരാറുകാരുടെ കുടിശ്ശിക സാർ 792 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനാ. അവരെങ്ങനെയാ സാറേ ടെൻഡറിൽ പങ്കെടുക്കുക? കഴിഞ്ഞ മാസം ഏപ്രിൽ മുതൽ ഈ കാര്യങ്ങൾക്ക് അവൈലബിലിറ്റി കുറവുണ്ട്, പലയിടത്തും ലഭ്യമല്ല. ഇപ്പൊ ഏപ്രിൽ ആവാനായി, ഒരു വർഷം. ഇനി നിങ്ങളുടെ പുതിയ കമ്മിറ്റിയുടെ ശുപാർശ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് പറയുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ നടപ്പിലാക്കില്ലായിരിക്കും. അത് കഴിഞ്ഞ് പ്ലാൻ ബി അത് കഴിഞ്ഞ് നടപ്പിലാക്കി വരുമ്പോഴത്തേക്കും പിന്നെ 5-6 മാസം. സാർ, ഈ 1.5 കൊല്ലം ഈ അവശ്യ വസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് സാർ? ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാർ, നെല്ല് സംഭരണം സപ്ലൈകോയെ ഏൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സാർ, ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചു. ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി 1 രൂപ അധികം വെക്കുന്നു എന്ന് പറയാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? സാർ, ആ സംഭരിക്കുന്ന നെല്ലിന്റെ പണം ഈ PRS റെസീറ്റുകൾ വഴി അവരുടെ മേലെ ഒരു കടബാധ്യത പോലെ നിന്നിട്ട് അത് ഗവൺമെന്റ് അടക്കാൻ വൈകുമ്പോൾ അതിന്റെ സിവിൽ സ്കോറിൽ വരുന്ന കുറവ് വരെ തന്റെ തലയിൽ വരാൻ ഈ കേരളത്തിലെ കർഷകർ നിങ്ങളോട് എന്ത് അപരാധമാണ് സാർ ചെയ്തിട്ടുള്ളത്? ഒരു വർധനം. സാർ, ഞാൻ കർഷകരുടെ പ്രശ്നം ഞാൻ വേറൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കുക, ഞാൻ കൺക്ലൂഡ് ചെയ്യും. സാർ, എന്ത് അപരാധമാണ് അവർ ചെയ്തിട്ടുള്ളത്? സാർ, 10 പൈസയുടെ ഒരു സംഭരണത്തിന് അധിക വില കൽപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സാർ, എന്ന് മാത്രമല്ല, അങ്ങ് കഴിഞ്ഞ തവണ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇതുപോലെ സംഭരിക്കുന്നില്ല. സാർ, ശരിയാണ്. 2 ഗവൺമെന്റുകളും അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ ലാസ്റ്റ് കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്.
2016 നെല്ല് സംഭരിക്കാനുണ്ടായിരുന്ന സംസ്ഥാന വിഹിതം 15-16 7.40 രൂപ. സംസ്ഥാന പ്രോത്സാഹന വിധം 16-17 ഉണ്ടായിരുന്നത് 7.80 രൂപ. സാർ ഇപ്പോ അത് 6.37 രൂപയായി കുറച്ചു. കേന്ദ്രം കുറക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം കർഷകർക്ക് കിട്ടാതിരിക്കാൻ ഇവിടെ കുറവ് വരുത്തുന്ന അവസ്ഥ കർഷകന്. സാർ, അവന് വെള്ളം വിട്ട് കിട്ടണമെങ്കിൽ സമരം, അവന് നെല്ല് സംഭരിക്കണമെങ്കിൽ സമരം, സംഭരിച്ചതിന്റെ പൈസ കിട്ടണമെങ്കിൽ സമരം. അധ്വാനിച്ച് നെല്ലുണ്ടാക്കുന്ന പാവപ്പെട്ട കർഷകനോടുള്ള ഈ സമീപനം ശരിയല്ല. നെല്ലിന്റെ സംഭരണ വില മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ അത് ഉയർത്താൻ തയ്യാറാവണം. PRS റെസീറ്റുകൾ വഴിയല്ലാതെ സംഭരണത്തിന്റെ പൈസ ഒരാഴ്ചക്കുള്ളിൽ കർഷകന് നേരിട്ട് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കണം. അതിനൊക്കെ സപ്ലൈകോക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഇതിന് ദയാവധം പ്രഖ്യാപിച്ച് അതിനെ തൂക്കിക്കൊല്ലാൻ കാത്തിരിക്കുന്ന തരത്തിലുള്ള സമീപനം തിരുത്തണം. ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയട്ടെ. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷാഫി 12 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോട് കാട്ടുന്ന അവഗണനയെ സംബന്ധിച്ച് വാക്ക് പറഞ്ഞില്ല. നിങ്ങളുടെ ഈ അന്തർധാരയാണ് ജനങ്ങൾ നന്നായി തിരിച്ചറിയേണ്ടത്. സാർ, ഇവിടെ അതെ നിങ്ങളെ കുറച്ച് പേരെ ഊണ് കഴിക്കാൻ വിളിച്ചു. ഊണ് കഴിക്കാൻ വിളിച്ച ആളുകൾ ഒന്നൊന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. കേരളത്തിലെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഞാൻ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. കേരളത്തിലെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് എടുത്ത താല്പര്യം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അത് നിങ്ങൾ തുടങ്ങിയതാണ് ആ വിൽപ്പന. ആ തുടങ്ങിയത് BJP ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സപ്ലൈകോ ആണെങ്കിലും പൊതുമേഖലാ സംരംഭങ്ങളെയാണെങ്കിലും അത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും ബദൽ നയമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ അറിയേണ്ടുന്നത്, സാർ, ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ 25 പുതിയ വിൽപ്പനശാലകൾ സപ്ലൈകോ ആരംഭിക്കുകയുണ്ടായി. 25 പുതിയത്, 70 വിൽപ്പനശാലകൾ നവീകരിച്ച് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. സാർ, വേറൊരു കാര്യം അറിയേണ്ടുന്നത്, 1625 വിൽപ്പനശാലകളിലേക്ക് കേരളത്തിലെ സപ്ലൈകോ ഉയർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇവർ ചെയ്തത് എന്താ? ഇവർ കേരളത്തിലെ മാവേലി സ്റ്റോറിനെ താഴിട്ട് പൂട്ടി വാമന സ്റ്റോർ എന്ന പേരിലാണ്. മാവേലിമാര്, വാമനനാര്? സാർ, അങ്ങനെ ചെയ്തവരാണ്. അതുകൊണ്ട് ആ കഥകളൊന്നും പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ന്യായം പറയണ്ട. സാർ, ഇവിടെ നമ്മളെല്ലാം അറിയേണ്ടുന്നത്, കേരളത്തിലെ ഇന്നോ ഇന്നലെയോ സപ്ലൈക്കൊക്കെ ഉണ്ടായ ബാധ്യതയല്ല, നിങ്ങളുടെ കാലത്തെ ബാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾ മറന്നു പോവുകയാണ്. സാർ, 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ആ മന്ത്രി അടക്കം ഇരിപ്പുണ്ടപ്പുറത്ത് 347 കോടി രൂപയാണ്. ഇതെല്ലാം ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ കൃത്യമായ കണക്ക് നിയമസഭയിൽ വച്ചിട്ടുള്ളതാണ്. 347 കോടി രൂപയുടെ ബാധ്യത സപ്ലൈകോക്ക് അന്ന് വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുകയുണ്ടായി. അപ്പോൾ അത് ശരിയാ, അത് നിങ്ങൾ അറിയേണ്ടുന്നത്. എന്നാൽ അന്ന് വാമന സ്റ്റോറാക്കാനും ഷോപ്പുകളെ അടയ്ക്കാനുമുള്ള നടപടിയാണ് സ്വീകരിച്ചതിനിടയിലാണ് ഈ ബാധ്യത. എന്നാൽ ഇതല്ല. ഇന്ന് കേരളത്തിൽ വിപണി ഇടപെടലിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 മാസമായി ചില ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ. അല്ല, മിനിസ്റ്റർ പറഞ്ഞോ സാർ. അതുകൊണ്ട് കഴിഞ്ഞ 7 വർഷക്കാലം ഈ കേരളത്തിലെ മാതൃകാപരമായ പ്രവർത്തനമാണ് വിപണി ഇടപെടലിൽ നടത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കോവിഡിൻ്റെ കാലത്ത്, പ്രളയത്തിൻ്റെ കാലത്ത് 6000 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസം വരാൻ നൽകിയത്. അതെല്ലാം തന്നെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി കിറ്റിലൂടെ കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ ഭരണകാലത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഇന്നത്തെ പത്രത്തിലെ കണക്കെന്താ സാർ? 2023 നവംബർ മാസത്തിലെ ദേശീയ ശരാശരി 5.55% വിലക്കയറ്റത്തിൻ്റെ കണക്ക് പറയുന്നത്. കേരളത്തിലാണെങ്കിലോ 4.80. ഡിസംബറിലോ ദേശീയ ശരാശരി 5.69, കേരളത്തിൽ 4.28. ഇന്ന് പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് വാർത്ത.
കേരളത്തിലെ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളെടുത്തു. ഉത്തർപ്രദേശിൽ 5.53, രാജസ്ഥാനിൽ 6.95, ഒറീസയിൽ 8.73, ഉൽപാദക സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിൽ 6.72, പഞ്ചാബിൽ 5.95, നിങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ 6.65, ഹിമാചൽ പ്രദേശിൽ നിങ്ങൾക്കറിയാം 5.23, തെലങ്കാനയിൽ 6.65. ഇതായിരിക്കുമ്പോൾ ഈ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ ഫലപ്രദമായ വിപണി ഇടപെടൽ, സപ്ലൈകോയാണെങ്കിലും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും മറ്റ് കാർഷിക സ്ഥാപനങ്ങളാണെങ്കിലും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇന്നിപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിങ്ങളാരും തർക്കിക്കുന്നില്ലല്ലോ. നിങ്ങളെല്ലാം കാണാത്തെന്താ? നികുതി വിഹിതവും നഷ്ടപരിഹാരവും അടക്കം സംസ്ഥാനത്തിന് 57,000 കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളെയും നമ്മുടെ വിപണി ഇടപെടലിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും കുറച്ച് ബാധിച്ചു എന്നുള്ളൊരു വസ്തുതയല്ലേ? അത് മാറ്റാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം എന്താ? അത് മാറ്റാൻ വേണ്ടുന്ന ശബ്ദം ഉയരുമ്പോൾ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? അത് നിങ്ങൾ അറിയണം. അത് ജനങ്ങൾ നന്നായിട്ട് അറിയേണ്ടതുണ്ട്. സർക്കാരിനുണ്ടായിട്ടുള്ള ഈ പ്രയാസങ്ങൾ സപ്ലൈകോയെ ബാധിച്ചത് മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അത് കൃത്യമായി മാറ്റും. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോകുകയാണ്. സാർ, അതിനുവേണ്ടി ഇവിടെ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, കർഷകർക്ക് നെല്ലിൻ്റെ വിലയെ സംബന്ധിച്ച്. കർഷകർക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം വില കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണ്. 28 രൂപ 20 പൈസ, 12 പൈസ ഹാൻഡ്ലിംഗ് ചാർജ്. കേന്ദ്ര ഗവൺമെൻറ്, സാർ നിങ്ങൾ അറിയേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു നോക്കിയിട്ടല്ല. കേന്ദ്ര ഗവൺമെൻറ് 20 രൂപ കൊടുക്കുന്നോ 15 രൂപ കൊടുക്കുന്നോ നോക്കിയിട്ടല്ല. കേരളം 28 രൂപ 20 പൈസ കർഷകന് കഴിഞ്ഞ 3-4 വർഷമായി ഉറപ്പാക്കിയിരിക്കുകയാണ്. അവർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അനുസരിച്ചല്ല, അതിനാവശ്യമായ ഇൻസെൻറ്റീവ് കേരളം കൊടുത്തുകൊണ്ടാണ്. എന്നു മാത്രമല്ല, കർഷകനെ സംരക്ഷിക്കാൻ ഇതിന് പുറമെ നെല്ല് വിളയിച്ചെടുക്കാൻ വേണ്ടി എത്ര രൂപയെ സഹായിക്കുന്നത്? അതെന്താ കാണാത്തത്? കേന്ദ്ര ഗവൺമെൻറ് 1 പൈസ കൂട്ടുമ്പോൾ അതിനനുസരിച്ചല്ല കേരളം തീരുമാനിക്കുന്നത്. കേരളം ഒരു സ്ഥിരമായി 28 രൂപ കർഷകന് ലഭിക്കുന്ന തരത്തിലേക്കുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനുവേണ്ടി കോടാനുകോടി രൂപ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് കർഷകന് നെല്ലിൻ്റെ വില കൊടുക്കുന്നത്. സിബിൽ സ്കോറിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളൊരു കർഷകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സിബിൽ സ്കോറിൻ്റെ വിഷയം ഉന്നയിച്ചല്ലോ. അവസാനം എന്താ ഉണ്ടായത്? അതൊന്നും ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് തെളിഞ്ഞില്ലേ? കേരളത്തിലെ കർഷകന് കൊടുക്കുന്ന PRS വായ്പ, ആ PRS വായ്പയിൽ 1 പൈസയുടെ പലിശ കർഷകൻ കൊടുക്കേണ്ടി വരുന്നില്ല. ആ ബാധ്യത സപ്ലൈകോ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ടാണ് കർഷകന് കൃത്യമായി പണം കൊടുക്കാനുള്ള ഒരു സംവിധാനമായി PRS വായ്പ എടുത്തത്. PRS വായ്പ തുടങ്ങിയത് നിങ്ങളാണ്. അപ്പുറത്ത് തുടക്കം കുറിച്ചവർ നിങ്ങളാണ്. നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ അതിൻ്റെ പേരിൽ കർഷകൻ പലിശ അടയ്ക്കുന്നുണ്ടോ? അതിൻ്റെ പേരിൽ കർഷകൻ എന്തെങ്കിലും ബാധ്യത ഉണ്ടായിട്ടുണ്ടോ? അത് ബാങ്കിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണ്. ആ വ്യവസ്ഥകൾ തന്നെ പരമാവധി ഉദാരമാക്കാനുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് വസ്തുത എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിലോ പുറത്തോ ഉണ്ടായ ചർച്ചകൾ അത് ഇവിടുത്തെ ഒരു ആധികാരികമായ രേഖയാക്കി കൊണ്ടുവരുന്ന രീതി നിർഭാഗ്യകരമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ബഹുമാനപ്പെട്ട ഷാഫി അറിയേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കതിന് മാത്രമേ നേരം ഉണ്ടാകൂ. ഇത് ഞാൻ പറയുന്നു. എന്താണ് നടന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. കൊലപാതകമടക്കം നിങ്ങളുടെ ഓഫീസിനകത്ത് നടന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ. എന്തിനാണ് അതിൻ്റെ സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്? ഇവിടെ കമ്മിറ്റിയിൽ അത്തരം ചർച്ചകൾ കമ്മിറ്റി നടന്നതായിരിക്കില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾ അറിയണം. കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകളുടെ വസ്തുതയാകണമുണ്ടോ പുറത്തു വരേണ്ടത്? വസ്തുത വരുന്നത് പാർട്ടിയുടെ സെക്രട്ടറി പാർട്ടിയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതാണ് വസ്തുത. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. അല്ലാതെ ആരെങ്കിലും നടത്തുന്ന ചർച്ചയല്ല പാർട്ടിയുടെ തീരുമാനം. പാർട്ടി സെക്രട്ടറി പറയുന്നതാണ്. നിങ്ങളുടെ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത്. നിങ്ങളുടെ ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചയാണ് തീരുമാനമായി നിങ്ങൾ പറയാറുള്ളത്. അതല്ല ഞങ്ങൾ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യിക്കാൻ അറിയുന്ന പാർട്ടിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. സാർ, ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കേരളത്തിലെ സപ്ലൈകോ വഴി വിൽപ്പന നടക്കുന്ന ഉൽപ്പന്നങ്ങൾ 2014 വിലയ്ക്ക് നമ്മൾ ഇപ്പോഴും 13 ഉൽപ്പന്നങ്ങൾ വില കൊടുക്കുകയാണ്. ഒരു മാറ്റവും വരുത്തിയില്ല. വലിയ ബാധ്യതയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാലോചിതമായ മാറ്റം വരുത്താൻ
കഴിയാത്തത് കൊണ്ട് തന്നെ അത്രയധികം ബാധ്യത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ബാധ്യത വളരെ കൂടുതലാണ്. ആ ബാധ്യത അതോടൊപ്പം തന്നെ നമുക്ക് നിർവഹിക്കേണ്ടി വരുന്ന മറ്റ് ഉത്തരവാദിത്വങ്ങൾ വരുമ്പോൾ കുറച്ചേറെ ബാധ്യത ഉണ്ട്. അതുകൊണ്ട് സപ്ലയർമാർ മാറി നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അത് ഈ അടുത്ത നാളിലുണ്ടായതാണ്. അതുകൊണ്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ, സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. എന്നാൽ അതല്ലല്ലോ, മറ്റുൽപ്പന്നങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? സപ്ലൈകോയിൽ മറ്റുൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ കണക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതെല്ലാം കൃത്യമായി വിൽപ്പന നടക്കുകയാണ്. സപ്ലയർമാർക്ക് പണം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ച് ഞങ്ങൾ അതിനുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് സപ്ലയർമാർക്ക് പണം കൊടുക്കാനുള്ള നടപടികൾ നീങ്ങാൻ പോവുകയാണ്. അതുപോലെ ട്രെഡ്സ് എന്ന് പറഞ്ഞ RBI അംഗീകാരമുള്ള ഏജൻസിയുമായും ആ ബാങ്കുകളുമായിട്ടുള്ള ഒരു ചർച്ച നടത്തി. അതനുസരിച്ച് കുടിശ്ശിക എത്രയും വേഗം കൊടുക്കാനുള്ള നടപടികൾ നീക്കുന്ന ഒരു ഘട്ടത്തിലാണെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സപ്ലൈക്ക് കൈവിടുന്ന, പൊതുമേഖലാ സംരംഭത്തെ കൈവിടുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചില്ല. സാർ, ഇന്നലെയും ഞാൻ കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സഭയിൽ പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെൻറ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് 1000 കോടിയിലധികം രൂപ നൽകാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവിതരണ രംഗം, സപ്ലൈകോ മാത്രമല്ല, സപ്ലൈകോ അതിൻ്റെ നോഡൽ ഏജൻസിയാണ്. ആ പൊതുവിതരണ രംഗവുമായി ബന്ധപ്പെട്ട് കോടികളാണ് കേന്ദ്രം നൽകാനുള്ളത്. അതെല്ലാം നമ്മൾ ഈ സഭയിൽ കൃത്യമായ കണക്കുകളാണ് ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ നമുക്ക് സപ്ലൈകോയാണെങ്കിലും പൊതുവിതരണ രംഗത്തെ ആണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളെ ആണെങ്കിലും വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അത് മറികടക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. സപ്ലൈകോയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പ്രാഥമികമായ ചുമതല? പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? മന്ത്രിയുടെ മറുപടി കേട്ടപ്പോൾ എനിക്ക് തന്നെ സംശയമായി. അത് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കലാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, നെല്ല് സംഭരണമാണ്. അതെല്ലാം പിന്നീടുണ്ടായ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പ്രൈമറി ഫംഗ്ഷൻ 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോട് കൂടി വിതരണം നടത്തി പൊതുമാർക്കറ്റിലെ, പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുക. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ അതാണ് ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ. അതാണ് സാർ. ആ കാര്യത്തിൽ വളരെ ദയനീയമായി സപ്ലൈകോ പരാജയപ്പെട്ടിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് പൊതുവിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അടിയന്തര പ്രമേയം നോട്ടീസ് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി വെല്ലുവിളിച്ചു, പല സ്ഥലത്തും സാധനം ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അന്നുമായി മാധ്യമങ്ങൾ മന്ത്രിയുടെ മണ്ഡലത്തിലടക്കമുള്ള കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയി അവിടെയുള്ള സാധനങ്ങളുടെ സബ്സിഡി റേറ്റിലുള്ള സാധനങ്ങളെ പറഞ്ഞു. 3-4 ഐറ്റത്തിൽ കൂടുതൽ ഒരു ഔട്ട്ലെറ്റിലും അന്നുണ്ടായിരുന്നില്ല ഇത് കൊണ്ടുവരുന്ന സമയത്ത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചോദ്യം 20/1/2024 ഡോക്ടർ MK മുനീറിൻ്റെ ചോദ്യം, സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ മതിയായ സാധനങ്ങൾ ലഭ്യമല്ല എന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മന്ത്രിയുടെ മറുപടി, സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇല്ല. കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ മാധ്യമം പറയാൻ പാടില്ലല്ലോ, മാധ്യമങ്ങളിൽ വായിച്ചത് തൃശ്ശൂരിലെ MLA-യും മേയറും ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നു. ഞാനത് അവർ സബ്സിഡി ഇല്ലാത്ത സാധനം പോയി ഉദ്ഘാടനം ചെയ്ത് വഷളാകാരിക്കാൻ അവർ നോക്കിക്കാണും. ശരിയാണെങ്കിൽ മാധ്യമ വാർത്ത. എന്തായാലും കേരളത്തിലെ ക്രിസ്മസ് ഫെയറിൽ പല ചന്തകളിലും ഈ സാധനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ ഞങ്ങൾ മന്ത്രിക്കെതിരായിട്ടാണോ ഈ നോട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാവുമ്പോൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരണ്ടേ? അതിന് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ
കഴിഞ്ഞ 7.5 കൊല്ലമായിട്ട് മാത്രം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. അതിനു മുമ്പും മാറി മാറി വന്ന സർക്കാരുകൾ പ്രത്യേകമായ പരിഗണന കൊടുത്ത് ഏറ്റവും നന്നായി നടത്തിയിട്ടുള്ള സ്ഥാപനമാണ്. ഏറ്റവും നന്നായി നടത്തിയിട്ടുള്ള സ്ഥാപനമാണ്. അങ്ങ് പറഞ്ഞു UDF കാലത്ത് മാവേലി സ്റ്റോർ വാമന സ്റ്റോറാക്കി. ഒരു മാവേലി സ്റ്റോർ UDFന്റെ കാലത്ത് പൂട്ടിയിട്ടുണ്ടോ? പുതിയ എത്ര മാവേലി സ്റ്റോറുകൾ തുറന്നു? അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ അനൂപ് ജേക്കബ് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോജക മണ്ഡലങ്ങളിൽ വന്ന് എത്രയോ മാവേലി സ്റ്റോറുകൾ, പുതിയ മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തു. നന്മ സ്റ്റോറുകൾ ഉദ്ഘാടനം ചെയ്തു. അവിടെ കുടിശ്ശിക 346 കോടി രൂപയുടെ കുടിശ്ശിക വന്നതാണ്. ഏത് ഗവൺമെന്റ്? പ്ലീസ് സാർ ഞാൻ സംസാരിക്കാൻ അനുവദിക്കും. സാർ 346 കോടി രൂപ ആ കാലത്ത് കുടിശ്ശിക വന്നു എന്ന് പറയുന്നത്. ഏത് ഗവൺമെന്റ് ഇറങ്ങുമ്പോഴും കുടിശ്ശിക ഉണ്ടാവും. കാരണം എന്താ? പേയ്മെന്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ഇത് വരും, ഡിലേ വരും. ഡിലേ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായ ഡിലേ അല്ല. പേയ്മെന്റ് ബില്ല് എല്ലാം പാസ്സാക്കി പേയ്മെന്റ് കൊടുക്കുന്നതിന് വരും. അച്യുതാനന്ദൻ ഗവൺമെന്റ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുമ്പോഴും ആ കുടിശ്ശികയുണ്ട്. അത് സാധാരണ ആ കുടിശ്ശിക കൂടി ചേർത്താണ് ഞങ്ങൾ പണം കൊടുത്തു വന്നിരുന്നത്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു സാധനം 5 കൊല്ലം UDF ഭരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനം ഏതെങ്കിലും മാവേലി സ്റ്റോറിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല സാർ. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് സപ്ലൈയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ കുത്തക കമ്പനികൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നാണ്. കുത്തക കമ്പനികൾ മാവേലി സ്റ്റോർ തകർന്നാൽ അങ്ങ് സംസാരിച്ചോ പ്ലീസ്. അങ്ങ് ഇങ്ങോട്ട് നോക്കിയാൽ മതി. പ്ലീസ് അദ്ദേഹം സംസാരിച്ചോട്ടെ പ്ലീസ്. നിരന്തരമായി ഇങ്ങനെ തടസ്സപ്പെടുന്നത് ശരിയാണോ? ശരിയാണോ? അങ്ങ് സംസാരിച്ചോ പ്ലീസ്. സാർ, ഈ മാവേലി സ്റ്റോറുകൾ പൂട്ടിയാൽ പ്ലീസ് അങ്ങ് സംസാരിച്ചോ. Please keep quiet. Please. ഞാൻ എങ്ങോട്ട് നോക്കണം? നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. സപ്ലൈകോ സാർ. Yes. Please. അവിടെ ഇരിക്ക്. Please. അവിടെ ഇരിക്ക്. Please. Yes. ഷാഫി please. അവിടെ ഇരിക്ക്. Please. സാർ, സപ്ലൈകോ പൂട്ടിയാൽ, സപ്ലൈകോ അടച്ചാൽ കുത്തക കമ്പനികൾ കടന്നു വരും, സംശയമില്ല. അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധ ഒരുക്കി കൊടുക്കുകയാണ്. അതാണ് ഇവിടെ ഷാഫി പറമ്പിൽ MLA പറഞ്ഞത്. നിങ്ങളാണ് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത്. സപ്ലൈകോ തകർത്ത് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് നിങ്ങളാണ്. 2500 കോടി രൂപ മുതൽ 3000 കോടി രൂപ വരെ ബാധ്യതയാണ്. അങ്ങനെ നിഷേധിക്കുന്നുണ്ടോ? 3000-ഓളം കോടി രൂപയുടെ ബാധ്യത ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? 3000 കോടി രൂപയുടെ ബാധ്യത. സാർ, കരാറുകാർ പങ്കെടുക്കുന്നില്ല. ടെൻഡറിൽ കരാറുകാർ പങ്കെടുക്കുന്നില്ല. കാരണം സംസ്ഥാനത്ത് സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത ഇനത്തിൽ വിതരണക്കാർക്ക് കൊടുക്കാനുള്ള തുക 792 കോടി രൂപ. പ്ലീസ് അങ്ങ് സംസാരിച്ചോ. ഷാഫി പ്ലീസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് സംസാരിച്ചോ പ്ലീസ്. യെസ് ഇപ്പൊ കറക്റ്റാണ്. ഇപ്പൊ സൈലന്റ് ആണ്. പ്ലീസ്. യെസ് സർ, 3000 കോടി രൂപയോളം ബാധ്യതയുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് വിപണിയിൽ ഇടപെടാൻ ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ള തുക എത്രയാ? 205 കോടി രൂപ. സർ, കഴിഞ്ഞ 3 വർഷമായി കോടികൾ എങ്ങനെ ബാധ്യത വരുത്തി?
വളരെ കുറഞ്ഞ തുക അലോക്കേഷൻ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ പകുതി കൊടുക്കും. 2021-22 150 കോടി കൊടുത്തിട്ട് കൊടുത്തത് 75 കോടി. അവർക്ക് ബാധ്യത 800 കോടി രൂപയാണ്. 1000 കോടി രൂപ ബാധ്യതയുള്ളപ്പോൾ കൊടുത്തത് അലോക്കേഷൻ 180 കോടി. ഒറ്റ പൈസ കൊടുത്തില്ല. 22-23 ഒറ്റ പൈസ കൊടുത്തില്ല സപ്ലൈകോയ്ക്ക്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ സപ്ലൈകോയെ പൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലാതെ ഇവനെന്താ 1 രൂപ കൊടുക്കില്ല. കേരളത്തിൽ പൊതുവിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് 1 പൈസ കൊടുക്കൂല. സാർ, കൊടുത്ത പൈസ പറഞ്ഞല്ലോ, കൊടുത്ത പൈസ ട്രഷറിയിൽ നിന്ന് മാറിക്കിട്ടില്ല. ആ മന്ത്രിയാണിത് ഡിഫെൻഡ് ചെയ്യുന്നത്. മന്ത്രിയുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്, വകുപ്പിന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. സപ്ലൈകോയ്ക്ക് അവരുടെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം എവിടെ പോയി നിൽക്കും സർ? എവിടെ പോയി നിൽക്കും? ഇത് ഓരോ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നെല്ല് സംഭരണത്തിന്റെ തുക കുടിശ്ശികയായി പൊതുവിപണിയിൽ കൊടുക്കാനുള്ള 1507 കോടി രൂപ, അങ്ങനെ എല്ലാത്തിനും കടമാണ്. കിറ്റ് കൊടുത്തതിന്റെ കുടിശ്ശിക, കിറ്റില്ല, അന്ന് കിറ്റ് കൊടുത്തതിന്റെ ഇലക്ഷന് മുമ്പ് അതിന്റെ കുടിശ്ശിക സപ്ലൈകോയ്ക്ക് മുഴുവൻ കൊടുത്തിട്ടില്ല. ഇത് വെറുതെ പറയുന്നല്ലോ, ഇവിടെ ഉത്തരമായി എഴുതി തന്നെ മന്ത്രിയുടെ ഉത്തരത്തിൽ നിന്നാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഉള്ള കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റിന്റെ തുക കൊടുത്തിട്ടില്ല സാർ. അതുപോലെ നെല്ല് സംഭരണം മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് സാർ. നെല്ല് സംഭരണത്തിന് ഇത്രമാത്രം കുടിശ്ശിക വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇത്രമാത്രം കുടിശ്ശിക വന്ന, ഇത്രമാത്രം നെൽകർഷകർ കഷ്ടപ്പെട്ട കാര്യം. സപ്ലൈകോയ്ക്ക് പൈസ കൊടുക്കാതെ സപ്ലൈകോ എങ്ങനെയാ അവർക്ക് പൈസ കൊടുക്കുന്നത്? എങ്ങനെയാ പൈസ കൊടുക്കുന്നത്? ഇല്ലില്ല, ഞാൻ വഴങ്ങുന്നില്ല സാർ, ഞാൻ വഴങ്ങുന്നില്ല. കാരണം അദ്ദേഹം ആർക്കും വഴങ്ങിയില്ല. അദ്ദേഹം മുൻ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് പോലും വഴങ്ങിയില്ല. ഇല്ല, സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് പോലും അദ്ദേഹം വഴങ്ങിയില്ല. അവർ ഞാൻ വഴങ്ങില്ല സാർ. നെല്ലിന്റെ സംഭരണ വില, നെല്ലിന് നമുക്ക് സംഭരണ വില എത്രയാ? 28 രൂപ 20 പൈസ. 28 രൂപ 20 പൈസ. കേന്ദ്രം തന്നിരുന്നത് 20 രൂപ 40 പൈസ. അവർ 1 രൂപ 43 പൈസ കൂടി കൂട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 രൂപ 43 പൈസ കുറച്ചു. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന 7 രൂപ 80 പൈസയിൽ നിന്ന് 1.43 കുറച്ച് നമ്മൾ 6.37 ആക്കി. കേന്ദ്രം 1.43 കൂട്ടിയപ്പോൾ അതിന്റെ ആനുകൂല്യം സർക്കാർ കൃഷിക്കാർക്ക് കിട്ടാതെ ആ 1.43 അവർ കൂട്ടിയത് നമ്മുടെ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് എന്ന് പറയുന്ന SIBയിൽ നിന്ന് നമ്മൾ കുറച്ചു. എന്നിട്ട് ആ പണം പോലും കൃത്യമായി കർഷകർക്ക് വിതരണം ചെയ്യുന്നില്ല സാർ. ഈ PRSനെ പറ്റി മന്ത്രി തന്നെ മറുപടി തന്നിട്ടുണ്ട്. PRSനെ സംബന്ധിച്ച്, പാഡി റെസീറ്റ് ഷീറ്റിനെ സംബന്ധിച്ച് കർഷകർക്ക് തൃപ്തിയില്ല, കർഷകർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് മന്ത്രിയുടെ മറുപടി തന്നിട്ടുണ്ട്. കർഷകർക്ക് അതിനോട് താല്പര്യമില്ല സാർ. എന്താണ് സാർ? PRS ഷീറ്റ് കുറെ നാൾ കൊടുത്തു, പാഡി റെസീറ്റ് ഷീറ്റ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ സർക്കാർ ബാങ്കിലേക്ക് പൈസ അടയ്ക്കാതായി. അപ്പൊ അവർ കൊടുക്കൂല എന്ന് പറഞ്ഞു കുറെ നാൾ. പിന്നെ കുറെ ചർച്ചകൾ നടത്തി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കൺസോർഷ്യം രൂപീകരിച്ച് വീണ്ടും PRS കൊടുക്കാൻ തുടങ്ങി. PRS കൊടുത്തപ്പോൾ ഇപ്പോൾ ബാങ്കുകൾ എന്താ പറയുന്നത്? ബാങ്കുകൾ പറയുന്നത് സർക്കാർ കൊടുക്കേണ്ട പൈസയാണ് കർഷകന് കൊടുക്കുന്നത്. കർഷകന് പേഴ്സണലായിട്ട് ലോൺ കൊടുക്കുന്നത് പോലെയാണ്. സർക്കാർ ഈ PRSന്റെ തുക റീഇംബേഴ്സ് ചെയ്യാൻ താമസിച്ചാൽ കർഷകന്റെ കടം NPA ആയിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും മന്ത്രിമാർ കൂടി ഒരുമിച്ചിരുന്ന് ബാങ്കുകളുമായിട്ട് കൺസോർഷ്യം ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ഒരു കണ്ടീഷൻ പാടില്ല എന്ന് പറയണ്ടേ? നിങ്ങൾ കൊടുക്കാനുള്ള കാശല്ലേ, നിങ്ങൾ കർഷകന് കൊടുക്കാനുള്ള കാശല്ലേ, സർക്കാർ കൊടുക്കാനുള്ള കാശ്. നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കൊടുക്കാത്ത കാശ് PRS കൊടുത്ത് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് ആ പൈസ കൊടുക്കുന്നു. നിങ്ങൾ ബാങ്കിന് പൈസ കൊടുക്കാൻ താമസിച്ചാൽ അത് ഈ പണം ഈ PRS കൊടുത്ത് നെല്ല് സംഭരിച്ചതിന്റെ പണം വാങ്ങിച്ച കർഷകന്റെ ലോണാക്കി NPA ആക്കി കിട്ടാക്കടമാക്കി അവന്റെ സിബിൽ സ്കോർ അങ്ങ് പോവാൻ. എത്ര നെൽകർഷകർ ആത്മഹത്യ ചെയ്തു? നിങ്ങളുടെ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ഇത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് സാർ ഞാനൊന്ന് തീർക്കട്ടെ സാർ. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാണ്.
ഏറ്റവും കുറവ് വാക്കൗട്ട് പ്രസംഗം നടത്തിയിട്ടുള്ള പ്രതിപക്ഷ അങ്ങ് ദേവി ഇത് എന്നെ അല്ലല്ല അങ്ങ് ഞാനിവിടെ 2.5 മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അങ്ങൊരു എസും പറഞ്ഞില്ല. ഞങ്ങളത് തൃപ്തിയായി കേട്ടുകൊണ്ടിരുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് മറുപടി പറയാം. അതുകൊണ്ട് ദേവി ഇത് അങ്ങയുടെ പടല്ലേ? അങ്ങേക്ക് അറിയാലോ, തുടക്കത്തിൽ മുതൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന തുടക്കത്തിൽ മുതൽ ഇടപെടലുകൾ നടത്തി വാക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങയുടെ സംഭാവന കൂടി അതിൽ ചെയ്യും. അത് എന്നെ ലെറ്റ് മീ കംപ്ലീറ്റ്. ഇവിടെ 26-30 മിനിറ്റൊക്കെ ആയിരുന്നു വാക്കൗട്ട് പ്രസംഗം. അത് 14 മിനിറ്റിൽ താഴെയാക്കിയത് ഞാനാ. ആയിരുന്നു. അങ്ങ് റെക്കോർഡ് നോക്കിക്കോ. അല്ല, ഞാൻ കുറവാണ്. അങ്ങ് റെക്കോർഡ് നോക്കിക്കോ. അങ്ങക്ക് ആശ്ചര്യം ഉണ്ടെങ്കിൽ നിയമസഭയിലെ റെക്കോർഡ് നോക്കിക്കോ. ഏറ്റവും കുറവ് അങ്ങ് VS-ന്റെയും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ നടത്തിയ വാക്കൗട്ട് പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്നിട്ട് അതിന്റെ പകുതി സമയം ഞാൻ എടുക്കാറുള്ളൂ. ഒരു കാര്യമില്ലാത്തൊരു കാര്യവും പറയാറുമില്ല. സാർ, രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത്, ഇത് വിഷയമല്ലേ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ സാർ? അതുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളല്ലാതെ തന്നെ പ്രയാസത്തിലാണ്. കാരണം രൂക്ഷമായ വിലക്കയറ്റം ഒരു വശത്ത്, സാർ നികുതി വർധനവ്, കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച അന്നു മുതൽ ഇന്നു വരെ നിങ്ങൾ വെള്ളക്കരം കൂട്ടി, നിങ്ങൾ വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, രൂക്ഷമായ വിലക്കയറ്റം. ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ അവരുടെ ചെലവിൽ ഒരു 10,000 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. സാർ, ആ സമയത്താണ് ഈ രൂക്ഷമായ വിലക്കയറ്റം സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലായത്. ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. ഏറ്റവും കൂടുതൽ ജപ്തികൾ ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഏറ്റവും കൂടുതൽ ജപ്തി ചെയ്യപ്പെട്ട വർഷമാണ്. അപ്പോൾ ഈ സ്ഥാപനം എന്ന് പറയുന്നത് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കേരളത്തിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി ഫലപ്രദമായി ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ആ സ്ഥാപനം KSRTC പോലെ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ വൈദ്യുതി ബോർഡ് പോലെ വലിയ തകർച്ചയിലേക്ക് സാർ കൂപ്പുകുത്തുക. അവരുടെ ഫങ്ഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങയുടെ ഒരു പ്രസംഗമുണ്ട് സാർ, അങ്ങയുടെ ഒരു പ്രസംഗമല്ല, അങ്ങ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ, 8 വർഷമായി ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്താണ്, 8 വർഷമായി ഇതിങ്ങനെ തുടരുകയാണ്. ഇങ്ങനെ ഈ സബ്സിഡി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രാവശ്യം പോലും വില വർദ്ധിപ്പിച്ചിട്ടില്ല. സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സപ്ലൈകോയുടെ ബാധ്യത വർദ്ധിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. സപ്ലൈകോയിലെ, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു, സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല. നിങ്ങൾ ഇലക്ഷന് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനമാണ്. നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല. നല്ല തീരുമാനം. ചിലപ്പോൾ കുറേ ലക്ഷക്കണക്കിന് വോട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതിൻ്റെ അർത്ഥം എന്താ? സപ്ലൈകോ പൊതുമാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് സബ്സിഡി കൊടുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ആ കൊടുക്കുന്ന മാർക്കറ്റ് വിലയിൽ നിങ്ങൾ കൂട്ടുന്നില്ല. അപ്പോൾ സപ്ലൈകോയുടെ ബാധ്യത കൂടി. പൊതുമാർക്കറ്റിൽ നിന്ന് അവർ സാധനമെടുത്ത് ഇവർ സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോൾ ആ സബ്സിഡിയുടെ തുക വലിയ തോതിൽ വർദ്ധിക്കും. അപ്പം നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ ജനങ്ങളോടുള്ള ഒരു വാഗ്ദാനം ഇല്ലേ, നിങ്ങൾ വില കൂട്ടില്ല എന്ന് പറഞ്ഞത് ആ സ്ഥാപനമാണ് സഹിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ബാധ്യത 3 ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. 1, പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം. 2, ആ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം. പൊതുമാർക്കറ്റിലെ വിലക്കയല്ല കൊടുക്കാൻ പറ്റണ്ടേ? അതുകൊണ്ടെന്താ കൊടുക്കാൻ പറ്റാതായി, ഒരു മെറ്റീരിയലും ഇല്ലാതായി. അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിന് കൊടുക്കേണ്ട തുക വർദ്ധിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ കൊടുക്കുന്നില്ല. കണ്ടില്ലേ, 22-23 വർഷം ഒന്നും കൊടുത്തില്ല. അപ്പോൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ആ തീരുമാനം, ആ വാഗ്ദാനം പിൻവലിച്ച് ഈ സാധനങ്ങളുടെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ പുറകിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റാണ് ഈ സ്ഥാപനത്തെ തകർത്തത്. ഈ സ്ഥാപനം തകർന്നു. കാരണം ടെൻഡർ വിളിച്ചിട്ട് പോലും ഒരാളും പങ്കെടുക്കാത്ത, കരാറുകാർ പങ്കെടുക്കാത്ത, 3-4 മാസമായി കരാറുകാർ പങ്കെടുക്കാത്ത ദയനീയമായ സ്ഥിതിയിലേക്ക് ഇത് പോകുന്നു. അതിൻ്റെ ഫങ്ഷൻസ് നിർവഹിക്കാൻ പറ്റുന്നില്ല. കേരള പൊതുവിപണിയിൽ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും.
അടിയന്തര പ്രമേയത്തിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് പ്രസംഗത്തിലും സർ ഇന്നുള്ള ഈ ഗുരുതരമായ പ്രശ്നം ഇവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിന് തക്ക ഒരു വിശദീകരണമോ മറുപടിയോ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ സമയമെടുത്ത് വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അടിയന്തര പ്രമേയത്തിൽ ഈ കേസ് നന്നായി അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അതുപോലെ പൊതു ചർച്ചയാണ്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, പൊതുവിതരണ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഒരുവിധം എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. അതിന് നിദാനമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വകുപ്പിൻ്റേതായി ചില അഡ്മിഷൻസ് അതും ഇവിടെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു അടിയന്തര പ്രമേയത്തിന് സൊല്യൂഷനായിരുന്നു, പരിഹാരമായിരുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ആ തരത്തിലുള്ള ഒരു മറുപടി അടിയന്തര പ്രമേയത്തിന് നിദാനമായിട്ടുള്ള ജനങ്ങളുടെ ഗൗരവമുള്ള പ്രശ്നം, അവരുടെ ഭക്ഷണ പ്രശ്നമാണ്, കൃഷിക്കാരുടെ പ്രശ്നമാണ്. അതിന് തക്ക ഒരു മറുപടി അല്ല ഉണ്ടായത്. നേരെ മറിച്ച് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം പറഞ്ഞ് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് സർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ളൊരു പ്രശ്നം അത് വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല നമുക്കറിയാം. പക്ഷേ എന്നാലും നമുക്ക് നിസ്സംഗത ഭാവിക്കാൻ പറ്റുമോ? ഇത് ജനങ്ങളുടെ ഭക്ഷണ പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നത്തിൽ അവിടുന്ന് കിട്ടുന്നില്ല, ഇവിടെ തരാൻ കഴിയില്ല എന്ന് പറയുന്നതോടുകൂടി നമ്മളെ പ്രശ്നം തീർന്നില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ എവിടെ കട്ട് ചെയ്ത് എങ്ങനെ എടുത്ത് എവിടെ സേവ് ചെയ്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ അതുപോലെ തന്നെ പൊതുവിതരണത്തെ കൃഷിക്കാരെയൊക്കെ ഈ അവസ്ഥയിൽ പരീക്ഷിക്കാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടിയിരുന്നതും മറുപടി പറയേണ്ടത്. ആ തരത്തിലുള്ളൊരു ഡിബേറ്റേ നടന്നില്ല. പ്രശ്നം അവതരിപ്പിച്ചു എന്നല്ലാതെ മറുപടിയുടെ പോരായ്മയിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട്. പൊതുവിതരണ രംഗത്തെ ശക്തിപ്പെടുത്തേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ദുർബലമാക്കുന്ന നടപടി സ്വീകരിക്കുകയും അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് പ്രതിഷേധിച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് എൻ്റെ കക്ഷിയും വാക്കൗട്ട്. സർ, മാവേലി സ്റ്റോറുകൾക്ക് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയും അങ്ങയുടെ വകുപ്പിനെയും ഉള്ള യഥാർത്ഥ ചിത്രം ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങയെ ഞങ്ങൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ധനവകുപ്പിൽ നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സർ, അങ്ങ് തന്നെ ഇവിടെ UDF കാലത്ത് 347 കോടി രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നങ്ങ് പറയുമ്പോൾ ഞാൻ അങ്ങ് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ പഴയൊരു നിയമസഭാ ചോദ്യോത്തരം എടുത്തു. 2008 മുതൽ 2010 വരെ വിവിധ സന്ദർഭങ്ങളിലായിട്ട് 476 കോടി രൂപയുടെ തുക ഗവൺമെൻറ്റിൽ നിന്ന് അന്നത്തെ കാലത്ത് സപ്ലൈകോയ്ക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതാണ് പിന്നീട് അങ്ങ് പറഞ്ഞു, പിന്നീട് 2013 201, പിന്നീട് അങ്ങ് പറഞ്ഞ കണക്കനുസരിച്ച് 347. സാർ, അതാണിപ്പോൾ 1500 2500 കോടിയായി വർദ്ധിച്ചിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് നിങ്ങളുടെ വെച്ചാൽ ആദ്യത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നയപരമായ പാളിച്ചയാണ്. സാർ, 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന തീരുമാനം നിങ്ങൾ എടുക്കുകയും അതിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന നഷ്ടം എന്താണെന്ന് മുൻകൂട്ടി കാണാനും അതിനും വേണ്ട അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള യാതൊരു ക്രിയാത്മകമായ വീക്ഷണമോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സ്ഥാപനം ഇത്രമാത്രം കടത്തിലേക്ക് ചെന്നെത്തിയത്. അതിൻ്റെ പാപഭാരമാണ് ഇപ്പോൾ അങ്ങേക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. സാർ, ഇത് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഇല്ലാണ്ട് വന്നതോടെ ജനങ്ങൾ നട്ടം തിരിയുന്ന നിലയിലേക്കാണ്. ഒരു സ്വകാര്യ വിപണിയും ഒരു സ്വകാര്യ മേഖലയും കടന്നു വരരുത്. സാർ, ഇവിടെ പറഞ്ഞ പല MLA-മാരുടെ തൃശ്ശൂർ MLA-യുടെ അനുഭവം ഇവിടെ പറഞ്ഞു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോഴും പല സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ഉദ്ഘാടനം ചെയ്തു. കാരണം തെറ്റായ സന്ദേശം പുറത്തോട്ട് പോകരുതെന്നുള്ളത് കൊണ്ട് സബ്സിഡി സാധനങ്ങൾ 6 അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും ഞാനത് അവിടെ ഉദ്ഘാടനം ചെയ്തു. കാരണം സപ്ലൈകോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് മറ്റൊരു ക്ഷീണം ഉണ്ടാവരുതെന്ന നിലയിൽ അങ്ങ് പറഞ്ഞല്ലോ സ്വകാര്യ വിപണിയെ സംരക്ഷിക്കാനാണെന്ന്. ഇത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവരുതെന്ന നിലയിലേക്ക്. പക്ഷേ സാർ, ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ ഇടപെടൽ വരുന്നില്ല, സപ്പോർട്ട് വരുന്നില്ല, യാഥാർത്ഥ്യമാണ്. ഒരു ഒറ്റ കാര്യം കൂടെ അദ്ദേഹം വസ്തുതാപരമല്ലാത്ത 1-2 കാര്യങ്ങൾ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യണം. സാർ, UDF-ന്റെ കാലഘട്ടത്തിൽ ഒരു മാവേലി സ്റ്റോറും കേരളത്തിൽ അടച്ചുപൂട്ടിയിട്ടില്ല. കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങേക്ക് പരിശോധിക്കുക, രേഖകൾ അങ്ങയുടെ കയ്യിലുണ്ടല്ലോ. സാർ, നെല്ല് സംഭരണത്തിന്റെ തുക കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു കർഷകനും UDF-ന്റെ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല. സാധനങ്ങളില്ല എന്ന് പറഞ്ഞ്
ഒരിക്കൽ പോലും ഒരു ബോർഡും മാവേലി സ്റ്റോറുകളുടെ മുമ്പിൽ UDFന്റെ ഭരണകാലത്ത് തൂക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ പ്രയോറിറ്റി എവിടെയാണ് എന്നത് ധനകാര്യ വകുപ്പ് ചിന്തിക്കണം. മരുന്നുകൾ കൊടുക്കുന്ന കാര്യത്തിൽ, ഭക്ഷണങ്ങൾ കൊടുക്കുന്ന, ഭവനങ്ങൾ ലഭ്യമാക്കേണ്ട കാര്യത്തിൽ, അതിൽ നിന്നൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും പിന്മാറുന്നു. ധനകാര്യ വകുപ്പിന്റെ കൃത്യമായ ഇടപെടലും സപ്പോർട്ടും ഈ സിവിൽ സപ്ലൈസിന് ഇല്ലാത്തതാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയിലും ഈ വിഷയം ചർച്ച ചെയ്യാത്തതിനും പ്രതിഷേധിച്ച് വാക്കൌട്ട് ചെയ്യുകയാണ്. ശ്രീ PS ഉപാൽ, അങ്ങേക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാം. സർ, ഷാഫി പറമ്പിൽ സംസാരിക്കുന്നതിനിടയിൽ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ നടന്ന ചർച്ച എന്ന് പറഞ്ഞ് ചില തെറ്റായ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. സർ, ഞാനും ആ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തതാണ്. അദ്ദേഹം പറഞ്ഞ നിലയിലുള്ള ഒരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല. അത് മാധ്യമ സൃഷ്ടിയാണ്, അടിസ്ഥാനരഹിതമാണ്. അത് സഭാ നടപടികളിൽ നിന്ന്, ആ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യും. പരിശോധിച്ചു വേണ്ട കാര്യങ്ങൾ ചെയ്യാം.